നമസ്കാരം. ഇറാനിലുണ്ടായ ഭൂചലനങ്ങൾ അവർ നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ ഫലമായിട്ടാണെന്നുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയാണ്. ഇറാനിലെ മസ്ജിദ് സുലൈമാന് സമീപമാണ് ഭൂചലനമുണ്ടായെങ്കിലും സമീപ പ്രദേശങ്ങളിലും അതിന്റെ ആഘാതം ദൃശ്യമായിരുന്നു. 5.6, 4.9, 5 എന്നീ രീതികളിലാണ് ഭൂചലനങ്ങളുടെ തീവ്രത രേഖപ്പെടുത്തിയത്. പാശ്ചാത്യ ലോകം വളരെ ഗൗരവകരമായിട്ടാണ് ഈ ഭൂചലനങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇസ്രയേലുമായും US-ഉമായും വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകൾക്കിടയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കാമെന്ന ഊഹാപോഹങ്ങളാണ് എല്ലായിടത്തും വ്യാപകമാകുന്നത്. ഇറാനിൽ ഇപ്പമുണ്ടായ ഭൂചലനങ്ങളെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇറാനിൽ ഭൂകമ്പമുണ്ടായത് ആണവ നിലയത്തിന് വളരെ അടുത്താണെന്നും അതിനാൽ ഭൂകമ്പമാണോ ആണവ പരീക്ഷണമാണോ ആഘാതത്തിന് കാരണമെന്ന് പറയാനാകില്ലെന്നും പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ ഭൂകമ്പത്തിന്റെ കേന്ദ്രം ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം താഴ്ചയിലായതിനാൽ ഭൂഗർഭ ആണവ പരീക്ഷണമായിരിക്കാമെന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഇത്തരമുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നതോടെ ഇറാന്റെ ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഭൂചലനത്തെ തുടർന്ന് ആളുകൾ ഭയന്ന് വീടിന് പുറത്തേക്ക് ഓടി. എന്നാൽ ഭൂചലനത്തിൽ ആളപായമോ വസ്തുവകൾക്ക് നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല. രാജ്യത്തുടനീളം 1 ഡസനിലധികം സ്ഥലങ്ങളിലാണ് ഇറാൻ ആണവ സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഏക ആണവ നിലയം പേർഷ്യൻ ഗൾഫ് തീരത്തുള്ള ബുഷറിലാണ്. ഈ വർഷം 2 തവണ ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചിരുന്നു. ഏപ്രിലിൽ നടന്ന ആദ്യ ആക്രമണത്തിന് മുമ്പ് ടെഹ്റാൻ അതിന്റെ ഉദ്ദേശ്യങ്ങൾ ടെലിഗ്രാഫ് ചെയ്തതായി റിപ്പോർട്ടുണ്ട്. പതുക്കെ നീങ്ങുന്ന ആക്രമണ ഡ്രോണുകളും മിസൈലുകളും ട്രാക്ക് ചെയ്യാനും വെടിവെച്ചിടാനും ഇസ്രയേലിന് മുന്നിൽ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒക്ടോബറിൽ നടന്ന രണ്ടാമത്തെ ആക്രമണം മുന്നറിയിപ്പില്ലാതെയാണ്. ഭൂരിഭാഗവും ബാലിസ്റ്റിക് മിസൈലുകളായിരുന്നു ആക്രമണത്തിന് ഉപയോഗിച്ചത്. മിനിറ്റുകൾക്കകം തന്നെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിവുള്ളവയായിരുന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകൾ. മിഡിൽ ഈസ്റ്റിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഏറ്റവും വലിയ ശേഖരം ഇറാന്റെ പക്കലാണെന്ന് US മിലിറ്ററി ഇന്റലിജൻസ് അനലിസ്റ്റുകൾ പറയുന്നു. ഇതുകൊണ്ട് ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കിയാൽ ഇസ്രയേലിന് കടുത്ത ഭീഷണിയായിരിക്കും. അമേരിക്കയുടെയും അവരുടെ മിഡിൽ ഈസ്റ്റിലെ സുഹൃത്ത് രാഷ്ട്രങ്ങളുടെയും താൽപ്പര്യങ്ങൾക്ക് ആണവശക്തിയായ ഇറാൻ എപ്പോഴും ഒരു വെല്ലുവിളിയായിരിക്കും. ഇത് ഇറാനെ ചൈനയുമായും റഷ്യയുമായും കൂടുതൽ അടുപ്പിക്കുമെന്നും ആക്രമണാത്മക വിദേശ നയം പിന്തുടരാൻ അവർ ധൈര്യം കാണിക്കുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാൻ ആണവശക്തിയായാൽ തങ്ങളും ആ വഴിയെ തിരിയുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതും പല രാജ്യങ്ങൾക്കും ആശങ്കയുളവാക്കുന്നു. ആണവായുധം നിർമ്മിക്കാൻ കൂടുതൽ സമയമെടുക്കുമെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാന് ആയുധത്തിനാവശ്യമായ സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പാശ്ചാത്യ ലോകം സമ്മതിക്കുന്നുണ്ട്. 2015 അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഇറാനുമായി ഒരു കരാറുണ്ടാക്കി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ 2018 US കരാറിൽ നിന്ന് പിൻവാങ്ങിയതോടെ ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ വലിയ രീതിയിലാണ് പുനരാരംഭിച്ചത്.